ഹായ് ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോ മക്കളെ 2 ആഴ്ചയായി പോസ്റ്റ് വിട്ടുപോയതാണ്, എഡിറ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന മുന്നേ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബ്രദറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് ചെറിയൊരു സെലിബ്രേഷൻ ആണ്. നമ്മളെ വീട് ഏകദേശം എല്ലാവരും ഒരേ പറമ്പിലാട്ടുള്ളത്, അതായത് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അപ്പോ സെലിബ്രേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പൊ അത് എല്ലാവരും കൂടെ കുഞ്ഞൊരു സെലിബ്രേഷൻ ആണ്. അപ്പൊ അത് ഉമ്മ കണ്ടില്ലേ, ഉമ്മക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ കേട്ടോ, ഇവിടെ ഫുൾ സെലിബ്രേഷൻ നടക്കുക. കണ്ടില്ലേ, ഫുൾ ഡെക്കറേഷൻ ആണ്. അപ്പൊ ഇതൊരു നാത്തൂനാണ്, ഇതും ഒരു നാത്തൂനാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു അനിയനാണ് ഗൈസ്. നോക്കടാ ഇങ്ങോട്ട് നോക്കടാ, നോക്കടാ, നോക്കൂല ജി, നോക്കൂലോ. എന്തായാലും ഓരോ ഫ്രണ്ടിൽ പോയിട്ട് തന്നെ ബാക്കി കാര്യം. കണ്ടില്ലേ പിന്നെങ്ങനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഗൈസ്. എത്രാമത്തെ വർഷിക? 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി. 15 വർഷം സഹിച്ചു. സൗദാത്തോട് ചോദിച്ചു നോക്കാണ്ട്, റിവ്യൂ ചോദിക്കണം സൗദാത്താനോട്. 15 കൊല്ലത്തെ റിവ്യൂ ചോദിക്കണം എന്നറിയാ. അപ്പൊ ഇവിടെ നമ്മള് പറമ്പിൽ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഫുൾ ഡെക്കറേഷൻ വർക്കിലാണ്. നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം എന്തൊക്കെ സ്പെഷ്യൽ എന്നുള്ളത്. നമ്മള് സുമി വന്നിട്ടുണ്ട് കേട്ടോ. സുമി പരിപാടി കയറാം. അങ്ങനെ തന്നെ എല്ലാരും കൂടെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ സൗദാർത്തിയും മൂത്തമ്മയും ആരും അങ്ങനെ എല്ലാരും കൂടെ വന്നിട്ടൊന്നുമില്ലേ. ഞങ്ങള് കുറച്ച് പേര് മാത്രം ഉണ്ടായി. ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ കൂട്ടൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 5 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ പരിപാടിയൊക്കെ എത്തി തുടങ്ങിയപ്പോൾ ഏകദേശം നല്ലോണം നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വീട്ടില് കേക്കൊക്കെ നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് പുറത്തെങ്ങാനും കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാരും കൂടെ അൽക്കി കാക്കുന്ന ഒരു പേടി കൊണ്ടാണ് ഇവിടുന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകാന്ന് വിചാരിച്ച് അങ്ങനെ ഇക്കാക്കയും പിന്നെ എല്ലാവരും അകത്തുനിന്ന് ഇറങ്ങിയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ ഒരുമിച്ച് ഇറങ്ങാനാണ്. 2 പേർക്ക് ഒരേപോലെ കുറവ്. അത് വെള്ളാൻ കയറി പിന്നെ സൗദാത്തി. 2 ഡ്രസ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരേ കളർ ഡ്രസ്സൊക്കെ 2 ഇട്ടിട്ടുള്ളത്. അങ്ങനത്തെ 2 പേരും കൂടെ പുറത്ത് വന്നു. നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാ വീടും ഇതുപോലെ ഒരുമിച്ച് തന്നെ, അതുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവാറുള്ളത്. ചെറിയ ചെറിയ പരിപാടി ആണെങ്കിൽ പോലും ഇതുപോലെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവാറുണ്ട്. അവർ വരുന്ന ടൈം കൊണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ പോയി കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ എന്താ മൂത്തമ്മ പറ്റില്ല, മൂത്തമ്മയാണ് എല്ലാവരും തിരുന്നായിരുന്നു. മൂത്തന്മാരും ഉമ്മയും മക്കളും അതിനെ കുറച്ച് 2-3 നാത്തന്മാര്, കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട്. ഇനി ഇതിലൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാവരും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വിളിക്കുകയാണെങ്കിൽ വലിയ പരിപാടിയാവും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിലാണ് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ നമ്മൾ സെലിബ്രേറ്റായിട്ട് നമ്മുടെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി ടേബിളിൽ വെക്കുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്യണം. കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് ഒക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഒരു രസമല്ല അല്ലേ. അത് നമ്മള് 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ആളുടെ. മാഷാഅല്ലാഹ്. എന്തായാലും അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും റെഡി ആയി നിൽക്കുന്ന കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അപ്പൊ 2 പേരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ബലൂണൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുള്ളത് കൊണ്ട് ഇതേപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളെ നാത്തൂനും കാറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നമുക്ക് കേക്ക് കട്ടിങ് ആണ്. അങ്ങനത്തെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. പിന്നെ എന്താണ് അപ്പൊ പിന്നെ എല്ലാവരും സെൽഫി വീഡിയോ ഒക്കെ എടുക്കാന്ന് കരുതി വെച്ചുള്ളത്. പക്ഷെ ഈ വീഡിയോ എടുക്കാൻ ഒരു ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എത്ര വലിയ ഫാമിലി ആണെങ്കിലും ചെറിയ ഫാമിലി ആണെങ്കിലും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് ഒന്നിച്ച് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെയായിരിക്കുമല്ലോ. എല്ലാവർക്കും ഒരു ഓർമ്മ, അതുപോലെ ഒരു സന്തോഷം അല്ലെ. അപ്പൊ അതുപോലെ ഒരു സന്തോഷം തന്നെ ആയിരുന്നു കേട്ടോ ഇതും. കുറെ ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഞങ്ങളിങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതുപോലെ ആനിവേഴ്സറി സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതൊരു സന്തോഷമാണല്ലോ, എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളൊരു സന്തോഷമാണ്. പഴയതിനേക്കാളും പുതിയതെല്ലാവരും ഒരുമിക്കുക എന്നുള്ള അല്ലെങ്കിൽ തിരുമ കൂട്ടായ്മ എന്നുള്ളതൊക്കെ രീതിയിൽ ഒരു ഇപ്പൊ നടക്കാറുണ്ടല്ലോ. അതേ രീതിയിലാണ് നമ്മളെല്ലാവരും പ്രാവശ്യം ഇതുപോലെ പരമാവധി എല്ലാവരും പങ്കെടുക്കാറുണ്ട് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ. അതുപോലെ പല പരിപാടികളായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പരിപാടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു.
അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ കുറെ ആൾക്കാർ പങ്കെടുക്കാത്തതുകൊണ്ട് കേട്ടോ. ഇത്ര മാത്രമൊന്നുമല്ല, നമ്മുടെ ഫാമിലിയാണ് വലിയൊരു ഫാമിലി തന്നെയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇല്ലാത്തതുണ്ട്. എന്തായാലും ഉള്ള ആൾക്കാരെ വെച്ച് ഞങ്ങൾ ഇതേപോലെ ഫോട്ടോസും വീഡിയോസും എടുത്തു. അതുപോലെ ചെറുതായിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. സോറി, ബർത്ത്ഡേ അല്ല കേട്ടോ, വെഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ സലാമൊക്കെ സൈലൊക്കെ വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തന്നെ ആയിരുന്നു. അതിന്റെ അൺബോക്സിങ് ഞങ്ങൾ അപ്പം തന്നെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ദിവസമല്ലേ എല്ലാവരും കാണണ്ടേ, നമ്മള് ഗിഫ്റ്റ് തന്നാൽ എല്ലാവർക്കും ഒരുമിച്ചൊക്കെ കാണാനോ. ആ ഒരു അൺബോക്സിംഗ് രസമാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു അൺബോക്സിംഗ് വീഡിയോ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗിഫ്റ്റ് പൊളിച്ചതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറയുണ്ടായിരുന്നത്. അപ്പൊ അത് അതിന് വേണ്ടി വെയിറ്റ് കൊടുക്കാട്ടോ. അപ്പൊ നമ്മൾ എല്ലാണ്ട് ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഐഫോണിനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കട്ട് ചെയ്തു, ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ അലിപ്പൊക്കെ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പൊറാട്ട ഓർഡർ എടുക്കാൻ പൊറാട്ട മേടിക്കാൻ പോയതായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. അവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തു, മക്കൾക്കും കൊടുത്തു. എന്നതിന് ശേഷം പിന്നെ നമ്മൾ മക്കൾക്കും എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ഓരോരോ പീസ് എടുത്ത് കഴിച്ചു കേട്ടാ. പിന്നെന്താണ്, പിന്നെ കട്ടലും പിടിക്കലും മക്കളൊക്കെ കഥയായിരുന്നു. എങ്ങനെയായാലും ഉണ്ടാവും, മക്കളല്ലേ. അങ്ങനെ ഒറ്റയ്ക്ക് നമ്മുടെ കേക്കിന്റെ പാത്രമൊക്കെ കാലിയാക്കി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം ടൈം തീരെ കളയാൻ തരാറില്ല. സോറി, ടൈം അത്യാവശ്യം നേരം വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നിൽക്കാൻ നേരമില്ല. അങ്ങനെയാണ് പറയുന്നത്, മാറിപ്പോയതാട്ടെ. അങ്ങനെ പിന്നെ നമുക്ക് അടുത്തത് ഫുഡ് കഴിക്കാൻ എന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അടുത്ത പരിപാടി. അപ്പൊ നമ്മള് ഫുഡും കിട്ടുന്ന ടൈം കൊണ്ട് നമ്മളിത് എല്ലാവരും കൂടെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ട് ഒന്നും കൂടെ ഒരു രസമല്ലേ. കാരണം ഈ പരിപാടി കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും ഇവിടുന്ന് പോകും. അതുവരെ സംസാരിച്ചിരിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് കേട്ടോ. പിന്നെ കുറച്ച് ലേറ്റ് അയാളെ പണി കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ അതെ കേക്ക് കട്ടിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഫുഡ് കഴിക്കാനുള്ള ടൈമിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാരും കൂടെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇപ്പൊ അതിന് വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ വീട് എടുത്തതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് കളിയാക്കിയാണ് കേട്ടോ. പിന്നെ നമുക്ക് സർവ്വസാധാരണ കളിയാക്കുന്നത് നമുക്ക് അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല, നമ്മൾ കുറെ കേട്ടതാണ്. അങ്ങനെ കളിയാക്കേണ്ടതായിരിക്കും ഒരു പക്ഷെ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവും അല്ലെ. എന്തായാലും നമ്മള് ആരെന്ത് കളിയാക്കിയാലും പരിഹസിച്ചാലും നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് എത്തുന്നവരെ നമ്മൾ എന്തായാലും പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ പോട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ പൊറാട്ടി ചിക്കൻ കറിയാണ്. അപ്പൊ നമ്മൾ അതെല്ലാവരും മക്കളൊക്കെ എല്ലാവരും ക്യൂ നിർത്തി കൊടുക്കാറുണ്ട്. എന്നാലും ഇപ്പൊ നടക്കൂല, എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പോയിട്ട് നമ്മളിത് മക്കൾക്കൊക്കെ ഓരോരുത്തർ പ്ലേറ്റും പൊറാട്ടയും കൊടുത്തിരുന്നു നമ്മൾ വിളമ്പി കൊടുക്കായിരുന്നു. ഞാൻ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല 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 മെമ്മറികളായിരുന്നു അതൊക്കെ കൊടുക്കുന്നൊക്കെ. നല്ല രസമായിരുന്നു. അങ്ങനെ എന്താ പിന്നെ ഞാനും മേടിച്ചിട്ടോ. ഞാൻ മേടിച്ച് നേരെ നമ്മുടെ കൊണ്ടുമൊക്കെയാണ് പോകുന്നത്. അകത്തോട്ട് കയറി എങ്ങനെയായാലും മൊത്തത്തിൽ വൃത്തിയിടാം. അതുകൊണ്ട് എല്ലാവരും പറമ്പിലും അതുപോലെ നമ്മുടെ കൊണ്ടുമ്പിലൊക്കെ ഇരുന്നിട്ടാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. മക്കളൊക്കെ അത് എല്ലാവരും ഇങ്ങനെ കൂടെ നിർത്തിയിട്ട് കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളും തുണ്ടുമ്പോ, അതായത് നമ്മുടെ വീടിന്റെ തുണ്ടുമ്പോ പോയിട്ട് കഴിച്ചത്. പിന്നെ തെക്കാക്കി അനിയനും നാത്തൂന്മാരും ഏടത്തിമാരും എല്ലാവരും ഇതേപോലെ വൈബടിച്ചതേ പുറത്ത് നമ്മളെ മുറ്റത്ത് തന്നെ തെങ്ങുമുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ അപ്പൊ കുറച്ചു നേരം ഞാനും പിന്നെ അവിടെ പോയി ഒരു രസമല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു രസമല്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം അവിടെ പോയിരുന്നു. പക്ഷെ നിങ്ങൾ തിന്നണ്ടായിരുന്നു കയറ്റി വീണ്ടും ഞാൻ അകത്തോട്ടല്ല വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നാട്ടോ കഴിച്ചത്. അപ്പൊ ഇതൊക്കെ എന്നാ നമ്മളെ വീഡിയോ. പക്ഷെ ഇത് വിട്ടിട്ട് ഞാൻ 2 ആഴ്ചത്തോളായിരിക്കും എനിക്ക് ഞാനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലാഗടിച്ച് പോയത്. അതിനിടെ കുറെ വീഡിയോസ് ഒക്കെ ഇടേണ്ടി വന്നു. പിന്നെ അതാണ് ഇത്രയായി പോയത്. അപ്പൊ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു ചീത്ത ഉറപ്പാണ് ഇത്രയും ലേറ്റ് ആക്കിയത്. കാരണം വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടോ. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അടുത്ത വെഡിങ് ആനിവേഴ്സറി മക്കളെ വരാൻ ഇപ്പോഴാണ് ഇടുന്നത്. അതൊക്കെ പോട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കലെങ്കിൽ രാത്രി കേട്ടോ. രാത്രി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മള് ഇപ്പൊ പോകുന്നത് ഹോസ്പിറ്റലിലാണ്. താത്താന്റെ കുട്ടിനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ വീഡിയോ ഒക്കെ കാരണം ഇഷ്ടമുണ്ട്. അത് പഴയ വീഡിയോയുടെ മക്കളെ പുതിയ വീഡിയോ. അതായത് മോള് ഡിസ്ചാർജ് കഴിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇത്രയും ഇതായി പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് രാത്രി കാറിലൊക്കെ കയറി എല്ലാവരും കൂടെ നേരെ പൊന്നാനി ഹോസ്പിറ്റലിലേക്കാട്ട് പോകുന്നത്. അപ്പൊ മോൾ ഡിസ്ചാർജ് നമ്മളവിടെ പോയി 2 നേരം മോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. സാറില്ല, വീഡിയോ അല്ലേ വെറുതെ കഴിയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളായിരുന്നു വണ്ടിയിൽ കയറി വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ വെൽക്കം ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് തന്നെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് മോൾട്ട് കുറെ സംസാരിച്ച് എൻജോയ് എനിക്ക് ആരും പറ്റുന്നുണ്ടായിരുന്നില്ല. പോയി തന്നെ ഭയങ്കര കുറുണ്ടായിട്ട് ഇരിക്കുകയായിരുന്നു ആള്. കാരണം കുറെ വേദനയൊക്കെ കഴിച്ച് ഇഞ്ചക്ഷനൊക്കെ അടിച്ചല്ലേ എങ്ങനെയായാലും. അങ്ങനെ കഴിഞ്ഞിട്ട് അവരോട് കുറെ നേരം സംസാരിക്കൊക്കെ ചെയ്തു. പിന്നെന്താണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് തിരിച്ചു പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അങ്ങനെ കൊണ്ടുവന്ന് അവിടുന്ന്
നേരത്തെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊടുത്തിട്ട് കുട്ടികളെ ഇങ്ങനെ വടക്കാക്കി